ബ്രിട്ടീഷ് ഭരണകാലത്തെ യൂണിഫോമുകളോടും ഔദ്യോഗിക അടയാളങ്ങളോടുമൊക്കെ വിട പറഞ്ഞുകൊണ്ട് ഒരു പൂർണ്ണ മേക്ക് ഓവറിന് ഒരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. സ്വാതന്ത്ര്യം നേടി 8 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവശേഷിപ്പുകളായിട്ടുള്ള പല കാര്യങ്ങളും ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ആ പതിവിനോട് വിട പറയാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. യൂണിഫോം, ഔദ്യോഗിക ചടങ്ങുകൾ, അടയാളങ്ങൾ, പദപ്രയോഗങ്ങൾ തുടങ്ങിയ വിവിധ തലങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങളാണ് സൈന്യത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. രാജ്യത്തിന്റെ സാംസ്കാരിക സ്വത്വവും ദേശീയ അഭിമാനവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ സൈനിക പാരമ്പര്യങ്ങളെ പുനർനിർവചിക്കുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുതുതായി പുറത്തിറക്കിയ ആർമി യൂണിഫോംസ് 2026 എന്ന മാർഗനിർദ്ദേശത്തിലാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ സകലതും ഒഴിവാക്കി ഭാരതീയ സ്വത്വം കൂടുതൽ ശക്തമാക്കുന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാണ് പ്രതിരോധ രംഗം തീരുമാനിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് സൈനിക പാരമ്പര്യത്തിന്റെ ഭാഗമായിരുന്ന ഒരു പ്രധാന ചടങ്ങ് രീതിക്കും വിരാമമാകുകയാണ്. വിവിധ ഔദ്യോഗിക പരേഡുകളിലും ചടങ്ങുകളിലും റിവ്യൂയിംഗ് ഓഫീസർമാർ വാൾ ധരിക്കണമെന്ന നിർബന്ധ വ്യവസ്ഥ ഇപ്പോൾ സൈന്യം പിൻവലിച്ചിരിക്കുന്നു. ഇനി വാൾ ധരിക്കണമോ വേണ്ടയോ എന്നത് ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ തീരുമാനമായിരിക്കും. മാത്രവുമല്ല, റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിനം, കരസേനാ ദിനം, ഗാർഡ് ഓഫ് ഓണർ തുടങ്ങിയ പ്രധാന ചടങ്ങുകളിൽ പരേഡ് കമാൻഡർമാർക്കും കണ്ടിജന്റ് കമാൻഡർമാർക്കും ചുമതലപ്പെടുത്തിയ ചില ഉദ്യോഗസ്ഥർക്കും മാത്രമേ വാൾ ഉപയോഗിക്കാൻ അനുമതിയുണ്ടാകൂ. പരേഡുകൾ വിലയിരുത്തുന്ന റിവ്യൂയിംഗ് ഓഫീസർമാർ ഇനി മുതൽ വാൾ ധരിക്കരുതെന്നും പുതിയ ചട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ചടങ്ങുകളുടെ രൂപഭാവത്തിൽ തന്നെ മൊത്തത്തിൽ മാറ്റം വരുത്തുന്ന ഒരു തീരുമാനമാണ് ഇതിലൂടെ നടപ്പാക്കപ്പെടുന്നത്. ഇതിനൊപ്പം ചില വസ്ത്രങ്ങൾക്കൊപ്പമുള്ള പൗച്ച് ബെൽറ്റ് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സൈനിക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന റോയൽ പോലുള്ള പദപ്രയോഗങ്ങളും സൈന്യം ഉപേക്ഷിക്കുകയാണ്. ഇന്ത്യയുടെ സ്വതന്ത്ര ദേശീയ സ്വത്വവുമായി പൊരുത്തപ്പെടുന്ന ഭാഷയും പാരമ്പര്യങ്ങളുമാകും ഇനി സൈനിക ഭാഷയിൽ ഉൾപ്പെടുത്തുക. കൊളോണിയൽ കാലഘട്ടത്തിൽ നിന്ന് കൈമാറി കിട്ടിയ ആചാരങ്ങളും പ്രതീകങ്ങളും പദങ്ങളും ക്രമേണ ഒഴിവാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ വിശാല നയത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. ഇന്ത്യൻ പാരമ്പര്യ വസ്ത്രധാരണത്തിന്റെ പ്രതീകങ്ങളിലൊന്നായ ബന്ദി ജാക്കറ്റ് സൈന്യത്തിന്റെ ഔദ്യോഗിക സിവിൽ വസ്ത്രത്തിന്റെ ഭാഗമാക്കിയത് ശ്രദ്ധേയമാണ്. ഇനി ഔദ്യോഗിക ചടങ്ങുകളിലും യോഗങ്ങളിലും പങ്കെടുക്കുമ്പോൾ ഓഫീസർമാർക്ക് ഫുൾ സ്ലീവ് ഷർട്ടിനും ഔദ്യോഗിക ട്രൗസറിനുമൊപ്പം അടഞ്ഞ കഴുത്തുള്ള ബന്ദി ജാക്കറ്റ് ധരിക്കാം. പാശ്ചാത്യ മാതൃകയിലുള്ള വസ്ത്രധാരണത്തിനു പകരം ഇന്ത്യൻ ശൈലി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. സൈന്യത്തിന്റെ ഔദ്യോഗിക രൂപത്തിലും ഭാരതീയ സാംസ്കാരിക സ്വാധീനം പ്രകടമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ മാറ്റം. യൂണിഫോം പരിഷ്കാരങ്ങളുടെ ഭാഗമായി പുതിയ ശൈത്യകാല വസ്ത്രവും സൈന്യം അവതരിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഉപയോഗിക്കുന്ന ജേഴ്സിക്ക് പകരമായി ബാറ്റിൽ ജാക്കറ്റ് ഉൾപ്പെടുത്തിയ പുതിയ മാതൃകയാണ് അവതരിപ്പിക്കുന്നത്. 2029 ജൂണോടെ ഈ മാറ്റം പൂർണ്ണമായും നടപ്പാക്കാനാണ് തീരുമാനം. എല്ലാ റാങ്കുകളിലുമുള്ള സൈനികരും ശൈത്യകാലത്ത് ബാറ്റിൽ ജാക്കറ്റ് നിർബന്ധമായി ധരിക്കേണ്ടി വരും. കൂടുതൽ സൗകര്യപ്രദവും പ്രവർത്തനക്ഷമവുമായ വസ്ത്രധാരണ രീതി ഉറപ്പാക്കുന്നതിനൊപ്പം വിവിധ കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ മികച്ച സംരക്ഷണം നൽകാനും പുതിയ ജാക്കറ്റിനാകും. വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾക്കൊപ്പം വ്യക്തിഗത രൂപഭാവത്തെക്കുറിച്ചും സൈന്യം കൂടുതൽ കർശന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അസാധാരണ ഹെയർ സ്റ്റൈലുകൾ, അനുമതിയില്ലാത്ത താടി, ശരീരത്തിൽ പുറത്തു കാണുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, ടാറ്റൂകൾ, ബോഡി പിയേഴ്സിംഗ്, അമിത മേക്കപ്പ് എന്നിവ യൂണിഫോം ധരിക്കുമ്പോൾ അനുവദിക്കില്ലെന്ന് നിർദ്ദേശമുണ്ട്. സൈനികരുടെ വ്യക്തിപരമായ അവതരണം സേനയുടെ അച്ചടക്കത്തിനും പ്രൊഫഷണലിസത്തിനും അനുസൃതമായിരിക്കണമെന്നാണ് സൈന്യത്തിന്റെ നിലപാട്. സൈനിക യൂണിഫോമിന്റെ പൊതുപ്രദർശനത്തിലും പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മുൻകൂട്ടി അനുമതി വാങ്ങാതെ രാഷ്ട്രീയ പരിപാടികൾ, മതപരമായ ചടങ്ങുകൾ, പ്രതിഷേധങ്ങൾ, സ്വകാര്യ വിവാഹങ്ങൾ, പാർട്ടികൾ, പ്രതിഫലം ലഭിക്കുന്ന മാധ്യമ പരിപാടികൾ തുടങ്ങിയവയിൽ യൂണിഫോം ധരിച്ച് പങ്കെടുക്കാൻ പാടില്ല. സൈന്യത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക നിഷ്പക്ഷതയും യൂണിഫോമിന്റെ അന്തസ്സും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം നിയന്ത്രണങ്ങൾ. പേരുകളിലും ചിഹ്നങ്ങളിലും ചടങ്ങുകളിലും വസ്ത്രധാരണത്തിലുമുള്ള ഈ മാറ്റങ്ങൾ വെറും ഭരണപരിഷ്കാരങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ സൈന്യത്തെ കൊളോണിയൽ പാരമ്പര്യങ്ങളുടെ നിഴലിൽ നിന്ന് അകറ്റി ദേശീയ സ്വത്വവുമായി ചേർത്തു നിർത്താനുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമാണ് പുതിയ മാറ്റങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആത്മവിശ്വാസവും സ്വന്തം സാംസ്കാരിക പാരമ്പര്യങ്ങളോടുള്ള അഭിമാനവും കൂടുതൽ പ്രകടമാക്കുന്ന പുതിയ അധ്യായത്തിലേക്കാണ് അങ്ങനെ ഇന്ത്യൻ സൈന്യം ഈ പരിഷ്കാരങ്ങളിലൂടെ ചുവടുവെക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.